എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാളെയെ, അതായത് ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന ടെക്നോളജികളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു ബിൽഡിംഗ് പണിയുന്നതുപോലെ നമ്മുടെ ഭാവിയെ പടുത്തുയർത്തുന്ന ആ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ വലിയ ചോദ്യം ഇതാണ്: നമ്മുടെ ഭാവിയെ ഡിസൈൻ ചെയ്യാൻ പോകുന്ന, അതിനെ രൂപപ്പെടുത്താൻ പോകുന്ന ആ ടെക്നോളജികൾ ഏതൊക്കെയായിരിക്കും? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് ഒരുമിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. നമ്മൾ വെറുതെ ഒരു ലിസ്റ്റ് പറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് നാളെയുടെ ഒരു ബ്ലൂപ്രിന്റ്, ഒരു രൂപരേഖ തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഓരോ ടെക്നോളജിയും എങ്ങനെയാണ് പരസ്പരം കൈകോർത്ത് നമ്മുടെ ഭാവിയെ പടിപടിയായി പടുത്തുയർത്തുന്നത് എന്ന് നമുക്ക് കാണാം. ഒന്നാലോചിച്ച് നോക്കൂ, ഏതൊരു വലിയ കെട്ടിടം പണിയുമ്പോഴും ഏറ്റവും പ്രധാനം എന്താണ്? നല്ല ഉറപ്പുള്ള ഒരു അടിത്തറ, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ടെക്നോളജി ലോകത്തും. ആ അടിത്തറയാണ് നമ്മൾ അഡ്വാൻസ്ഡ് കണക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ചുറ്റുമുള്ള എന്തിനേയും ഏതിനേയും തടസ്സങ്ങളില്ലാതെ ബന്ധിപ്പിക്കുന്ന ഒരു ഭീമൻ നെറ്റ്വർക്ക്. അപ്പോൾ എന്താണ് ഈ അഡ്വാൻസ്ഡ് കണക്ടിവിറ്റി എന്ന് ചോദിച്ചാൽ സിമ്പിളായി പറയാം: വളരെ വളരെ വേഗതയേറിയതും ഒട്ടും തന്നെ ലാഗില്ലാത്തതുമായ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. എവിടെയും എപ്പോഴും എല്ലാത്തിനെയും തൽക്ഷണം ബന്ധിപ്പിക്കുന്ന ഒന്ന്. ഈ അടിത്തറയ്ക്ക് പ്രധാനമായും രണ്ട് തൂണുകളാണുള്ളത്. ഒന്ന് 5Gയും അതിനുശേഷം വരാൻ പോകുന്ന 6G നെറ്റ്വർക്കുകളും. ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വേഗതയും ഒട്ടും താമസിക്കാത്ത കണക്ഷനും തരും. രണ്ടാമത്തേത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അഥവാ IoT, അതായത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ഉപകരണങ്ങളും, ഫ്രിഡ്ജ്, കാറ്, എന്നിട്ട് നമ്മുടെ വാച്ച് വരെ പരസ്പരം ഇന്റർനെറ്റ് വഴി സംസാരിക്കുന്ന ഒരു ലോകം. ശരി, അപ്പോൾ നമ്മുടെ അടിത്തറ റെഡിയായി. ഇനിയെന്ത് വേണം? ഈ നെറ്റ്വർക്കിലൂടെ ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് ഡാറ്റയെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് തീരുമാനങ്ങളെടുക്കാൻ കഴിവുള്ള ഒരു തലച്ചോറ് വേണ്ടേ? അവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെയും വരവ്. AI-യുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലേ? പുതിയ കഥകളും കവിതകളും ചിത്രങ്ങളും വരെ ഉണ്ടാക്കുന്ന ജനറേറ്റീവ് AI. ഡ്രൈവറില്ലാതെ ഓടുന്ന കാറുകൾ, ഡ്രോണുകൾ, റോബോട്ടുകൾ, ഇവയുടെയൊക്കെ പിന്നിൽ AI ആണ്. എന്നുമാത്രമല്ല, ബിസിനസ്സിലെ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ വരെ AI സഹായിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇന്നത്തെ നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് പോലും ഒരു പരിധിയുണ്ട്. അതിനും അപ്പുറത്തുള്ള അതിസങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് എന്തു വേണം? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഈ കാണുന്നതുപോലെ സാധാരണ സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് അസാധ്യമെന്ന് നമ്മൾ കരുതിയിരുന്ന പ്രശ്നങ്ങൾ വരെ പരിഹരിക്കാൻ കഴിയും. അതിന്റെ രഹസ്യമെന്താണെന്നോ? സാധാരണ കമ്പ്യൂട്ടറുകൾ 0 അല്ലെങ്കിൽ 1 എന്ന രീതിയിൽ ഡാറ്റ കൈകാര്യം ചെയ്യുമ്പോൾ, ക്വാണ്ടം കമ്പ്യൂട്ടറുകളിലെ ക്യൂബിറ്റുകൾക്ക് ഒരേ സമയം 0ഉം 1ഉമാകാനും അതിനിടയിലുള്ള പല അവസ്ഥകളിലും ഇരിക്കാനും സാധിക്കും. ഇത് അവയ്ക്ക് സങ്കൽപ്പിക്കാനാവാത്തൊരു പ്രോസസ്സിംഗ് പവറാണ് നൽകുന്നത്. ഇതുകൊണ്ടുള്ള ഗുണമെന്താണെന്നല്ലേ? മെഡിസിൻ രംഗത്ത് പുതിയ മരുന്നുകൾ വളരെ വേഗത്തിൽ കണ്ടെത്താം, പുതിയ തരം മെറ്റീരിയലുകൾ ഉണ്ടാക്കാം. സാമ്പത്തിക രംഗത്തും കാലാവസ്ഥാ പഠനത്തിലുമൊക്കെ വലിയ കുതിച്ചുചാട്ടങ്ങൾ നടത്താൻ ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലെപ്പോൾ ശക്തമായ ഒരു അടിത്തറയുണ്ട്, ഒരു സൂപ്പർ ബ്രെയിനുമുണ്ട്. ഇനി ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ലോകം എങ്ങനെയാണ് മാറാൻ പോകുന്നതെന്ന് നോക്കാം. ചില ആപ്ലിക്കേഷനുകൾ കാണാം. ആദ്യത്തേത് ബയോടെക്നോളജി. ജീവന്റെ കോഡ് ബുക്കായ DNA തന്നെ എഡിറ്റ് ചെയ്യാനുള്ള കഴിവ്. ക്രിസ്പർ പോലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ച് പാരമ്പര്യമായി കിട്ടുന്ന പല രോഗങ്ങൾക്കും ഒരുപക്ഷേ നമുക്ക് ഭാവിയിൽ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞേക്കും. ഇതിനെ നമുക്ക് പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് വിളിക്കാം. അതായത് എല്ലാവർക്കും ഒരേ മരുന്നെന്ന രീതി മാറി ഓരോ വ്യക്തിയുടെയും DNA അനുസരിച്ച് അവർക്ക് വേണ്ടി മാത്രമായി ഡിസൈൻ ചെയ്ത മരുന്നുകളും ചികിത്സാ രീതികളും വരും. ഇനി കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക്കായി ചിന്തിച്ചാലോ? നമ്മുടെ തലച്ചോറിനെ നേരിട്ട് ഒരു കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. അതാണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസുകൾ. നമ്മുടെ ചിന്തകൾ കൊണ്ട് മാത്രം ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നൊരു കാലം. പിന്നെ വരുന്നത് ഡിജിറ്റൽ ലോകങ്ങളാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകവും ഡിജിറ്റൽ ലോകവും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞുപോകും. ഓഗ്മെന്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും പഠനത്തിലും ജോലിയിലും വിനോദത്തിലുമെല്ലാം ഒരുപോലെ വിപ്ലവം സൃഷ്ടിക്കും. നമ്മളിപ്പോൾ കേൾക്കുന്ന മെറ്റാവേഴ്സൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം മാത്രം. എന്നാൽ ഒരു കാര്യം ഓർക്കണം: ഇത്രയും വലിയൊരു സിസ്റ്റം പ്രവർത്തിക്കണമെങ്കിൽ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി വേണം. ഒന്ന്, ഇതിനെല്ലാം ആവശ്യമായ ഊർജം. രണ്ട്, ഈ സിസ്റ്റത്തിലുള്ള വിശ്വാസം. ഇത്രയും വലിയ ടെക്നോളജികൾ പ്രവർത്തിപ്പിക്കാനുള്ള കറന്റ് എവിടെ നിന്ന് വരും? തീർച്ചയായും സൗരോർജ്ജം, കാറ്റ് തുടങ്ങിയ റിന്യൂവബിൾ സോഴ്സുകളിൽ നിന്നായിരിക്കും പ്രധാനമായും വരിക. അതോടൊപ്പം ന്യൂക്ലിയർ ഫ്യൂഷൻ പോലുള്ള പുതിയ സാധ്യതകളും വരുന്നുണ്ട്. പിന്നെ ഊർജം സംഭരിച്ചുവെക്കാൻ പുതിയതരം ബാറ്ററികളും അത്യാവശ്യമാണ്. ഊർജം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസം. ഈ ഡിജിറ്റൽ ലോകത്ത് എങ്ങനെയാണ് നമ്മൾ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കുക? അതിനുള്ളൊരു പ്രധാന ഉത്തരമാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ക്രിപ്റ്റോ കറൻസിക്കപ്പുറം നമ്മുടെ ഡേറ്റ സുരക്ഷിതമാക്കാനും ഇടപാടുകൾ സുതാര്യമാക്കാനും ബ്ലോക്ക് ചെയിൻ സഹായിക്കും.
ഇതുവരെ നമ്മൾ സംസാരിച്ച ഓരോ ടെക്നോളജിയും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ല. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥ മാറ്റം വരുന്നത്. ആ ഒരു ഭാവിക്ക് വേണ്ടിയാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എത്ര ലളിതമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഏറ്റവും താഴെ അടിത്തറയായി 5Gയും IoTയും ചേർന്നുള്ള കണക്റ്റഡ് ലോകം, അതിനു മുകളിൽ ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്ന AI-യും ക്വാണ്ടം സിസ്റ്റങ്ങളും എന്ന ബ്രെയിൻ. ഇവ രണ്ടും ചേരുമ്പോഴാണ് ഡ്രൈവറില്ലാ കാറുകളും പേഴ്സണലൈസ്ഡ് മരുന്നുകളും പുതിയ ഡിജിറ്റൽ ലോകങ്ങളുമൊക്കെ യാഥാർത്ഥ്യമാകുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ ടെക്നോളജികളെല്ലാം ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടുതന്നെ ഈ പുതിയ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ്, അത് വ്യക്തിപരമായാലും സാമൂഹികമായാലും, ഭാവിയിൽ ഏറ്റവും നിർണായകമായിരിക്കും. അപ്പോ ഇന്ന് നമ്മൾ ഓരോരുത്തരും ചേർന്ന് പടുത്തുയർത്തുന്ന ഈ ഭാവിയിൽ നിങ്ങളുടെ പങ്ക് എന്തായിരിക്കും? നിങ്ങൾ എന്തായിരിക്കും ഈ ലോകത്തിനു വേണ്ടി നിർമ്മിക്കുക? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് ഇന്നത്തെ ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.